നമ്മുടെ എക്സൈസ് മന്ത്രി ശ്രീ ലിജു പറയുകയാണ്, യേസ് ബോസ് സംസ്കാരം കോൺഗ്രസിലില്ല. വളരെ നല്ല കാര്യമാണ്. യേസ് ബോസ് സംസ്കാരം മാത്രമുണ്ടായിരുന്നുകൊണ്ട് CPM ഇങ്ങനെ ഭരണം പോയത് തീർച്ചയായിട്ടും ലിജുവിനറിയാം. അപ്പോൾ അതുകൊണ്ടാണ് യേസ് ബോസ് സംസ്കാരം അത്ര നല്ല കാര്യമല്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു സംസ്കാരമേ കോൺഗ്രസിലില്ല എന്ന് എക്സൈസ് മന്ത്രി ശ്രീ M. ലിജു പറയുന്നത്. അപ്പോൾ യേസ് ബോസ് സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ 10 വർഷം നമ്മൾ CPMൽ കണ്ടിരുന്നതാണ് യേസ് ബോസ് സംസ്കാരം. എന്ന് വെച്ചാൽ പിണറായി വിജയൻ പറയുന്നത് എന്തോ അത് യെസ് സർ, യേസ് ബോസ് എന്ന് പറയുന്ന CPM മന്ത്രിമാരും CPM അണികളും CPM ഭാരവാഹികളും ഒക്കെയുള്ള ഒരു സംസ്കാരമാണ് കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടിരുന്നത്. അതാണ് യേസ് ബോസ് സംസ്കാരം. അതിനെതിരെ ആരെങ്കിലും യേസ് അങ്ങനെയല്ല, വസ്തുത അങ്ങനെയല്ല, സത്യം അങ്ങനെയല്ല എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പോക്കാണ്. അതാണ് യേസ് ബോസ് സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഇപ്പം ശ്രീ M. ലിജു പറയുകയാണ്, കേരളത്തിൽ കോൺഗ്രസ്സിൽ യേസ് ബോസ് സംസ്കാരമില്ല. എല്ലാ കോൺഗ്രസ്സുകാർക്കും അതുപോലെ മറ്റുള്ളവർക്കും പൊതുജനങ്ങൾക്കുമൊക്കെ സത്യം തുറന്നു പറയാം. അതാണല്ലോ തീർച്ചയായിട്ടും ജനാധിപത്യത്തിൻ്റെ ഒരു രീതി. അപ്പോൾ ആ ജനാധിപത്യ രീതി ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ആർക്കും അവരുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായിട്ട് പറയാനുള്ളൊരു സാഹചര്യം കേരളത്തിലുണ്ട്. അത് കേരളത്തിലെ ഭരണം നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കുമുണ്ട് എന്ന് ശ്രീ ലിജു പറയുകയാണ്. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഈ യേസ് ബോസ് എന്ന് പറയുമ്പോഴത്തേനും ഓരോ മന്ത്രിമാർക്കും അവർക്ക് വായിൽ വരുന്നതൊക്കെ അല്ലെങ്കിൽ ഈ പൂർണ്ണമായിട്ട് പഠിക്കാതെ എന്തെങ്കിലുമൊക്കെ പറയാമോ എന്നുള്ളൊരു കാര്യവും കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു PWD മന്ത്രി പറയുകയാണ്, ഇവിടെ മഴ കൂടിയത് കൊണ്ടാണ് റോഡിലൊക്കെ കുഴിയുണ്ടാകുന്നതെന്നുള്ളത്. അതേസമയം വൈദ്യുതി മന്ത്രി പറയുകയാണ്, മഴ കുറഞ്ഞതുകൊണ്ട് ഇവിടെ പവർ കട്ട് ഏർപ്പെടുത്തേണ്ടി വരുന്നു. അപ്പോൾ ജനങ്ങൾക്കൊരു സംശയം, ഇവിടെ മഴ കൂടുതലാണോ അതോ മഴ കുറവാണോ? ഈ രണ്ട് മന്ത്രിമാരും രണ്ട് വിധത്തിൽ പറയുകയാണ്. കുഴി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മഴ കൂടുതലുകൊണ്ടാണെന്ന് ഒരു മന്ത്രി പറയുന്നു. അപ്പോൾ വേറൊരു മന്ത്രി പറയുകയാണ്, ഇവിടെ മഴ കുറഞ്ഞതുകൊണ്ട് ഇവിടെ പവർ കട്ട് ഏർപ്പെടുത്തുന്നു. ഇത് രണ്ടും പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പവർ കട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം, റോഡിൽ കുഴിയുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ മഴ കുറവാണോ അല്ലയോ എന്നുള്ളത് ഈ രണ്ട് മന്ത്രിമാരും എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, വസ്തുത എന്ത് എന്നുള്ളത് ഒരു സംശയമാണ്. അതുപോലെ നമ്മുടെ ആഭ്യന്തരമന്ത്രി പറയുന്നു, ഈ ഗുണ്ടകളെ തൂഫാൻ യോഗം വിളിക്കാനെന്ന് ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ ഗുണ്ടകളെയും കൂട്ടി തൂഫാൻ യോഗം വിളിച്ചത് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KPCCയുടെ മുൻ പ്രസിഡൻറ്റും ഇപ്പോൾ MP, കണ്ണൂർ നിന്നുള്ള MP ഒക്കെ ആയ ആളാണ് ഈ തൂഫാൻ യോഗം കൊച്ചിയിൽ ഗുണ്ടകളെയും കൂട്ടി വിളിച്ചത് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഗുണ്ടകളെ തൂഫാൻ യോഗം വിളിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല എന്ന് ഒരു ആഭ്യന്തരമന്ത്രി ആയ രമേശ് ചെന്നിത്തല പറയുന്നു. അപ്പോൾ അത് ഈ മുൻ KPCC പ്രസിഡൻറ്റ് ഇങ്ങനെ യോഗം വിളിച്ചത് ശരിയാണോ തെറ്റോ എന്നുള്ള ഒരു സംശയം പൊതുജനങ്ങൾക്ക് തോന്നും. ഇനി തൂഫാൻ വാരിയർ എന്നും പറഞ്ഞിട്ട് രമേശ് ചെന്നിത്തല തന്നെ പലരുടെയും അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു ബാഡ്ജൊക്കെ ഇങ്ങനെ കുത്തിക്കൊടുക്കുന്ന പടങ്ങളൊക്കെ പലയിടത്തും വന്നു. അപ്പോൾ ഈ തൂഫാൻ വാരിയർ എന്ന് പറഞ്ഞ് ബാഡ്ജ് കുത്തിക്കൊടുത്ത ആൾക്കാർ പലരും ഗുണ്ടകളാണോ എന്നുള്ളൊരു സംശയവും ജനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ നമ്മുടെ തുറമുഖ വകുപ്പ് മന്ത്രി പറയുകയാണ്, ഈ വിഴിഞ്ഞത്ത് ഈ ഒരു ഓഹരി വിൽക്കാൻ വേണ്ടി സ്വിറ്റ്സർലൻഡ് കമ്പനിക്ക് വിൽക്കാൻ വേണ്ടിയിട്ടൊന്നും തുറമുഖ വകുപ്പ് തീരുമാനിച്ചിട്ടില്ല എന്ന് തുറമുഖ വകുപ്പ് മന്ത്രി പറയുന്നു. അതേസമയം മുഖ്യമന്ത്രിയുടെ ഇൻഫോർമലായിട്ട് അറിവോടുകൂടിയാണ് ഇതൊക്കെ നടക്കുന്നത്, വിഴിഞ്ഞം പദ്ധതി നടക്കുന്നത് എന്നുള്ളതും വാർത്തകളിൽ വരുന്നുണ്ട്. അപ്പോൾ തുറമുഖ വകുപ്പ് മന്ത്രി പറയുന്നതാണോ ശരി അതോ മുഖ്യമന്ത്രി പറയുന്നതാണോ ശരി എന്നുള്ളതും ജനങ്ങൾക്ക് സംശയം തോന്നും. ഈ രണ്ട് മന്ത്രിമാരും ഒരാൾ തന്നെയാണ് എന്നുള്ളതും വേറൊരു വാസ്തവം. അപ്പോൾ യേസ് ബോസ് കൾച്ചർ കോൺഗ്രസ്സിലില്ല, ഈ ഭരണത്തിലില്ല. കേരളത്തിലിപ്പോൾ യേസ് ബോസ് സംസ്കാരം വേണ്ട എന്നൊക്കെ ശ്രീ ലിജു പറയുമ്പോൾ ഇത് ഏതാണ് ശരി? ഇവരൊക്കെ എല്ലാവരും ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാണോ, സത്യമാണോ ഇവരൊക്കെ പറയുന്നത് എന്നുള്ള സംശയം പൊതുജനങ്ങൾക്കുണ്ടാവും. അതുപോലെ നമ്മളുടെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി പറയുകയാണ്, MVDയിലെ അതായത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ അവരുടെ ഡേറ്റ ഒന്നും ചോരുന്നില്ല, അല്ലെങ്കിൽ ചോരുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി പറയുകയാണ്. ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് ഏകദേശം 1.5 മാസമായി. അപ്പോൾ
ഈ ഗതാഗത വകുപ്പ് എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ എത്രയോ പേർക്ക് ഈ ഇത്ര ഫൈൻ അടയ്ക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മെസ്സേജായിട്ട് വരുന്നു, അത് ഫേക്കാണെന്നുള്ളത് പിന്നീട് മനസ്സിലാവുന്നു എന്നുള്ളതൊക്കെ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ മന്ത്രി ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി അറിയണ്ടേ, അതിനല്ലേ മന്ത്രിയായിട്ട് അവിടെ ഇരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമൊക്കെ വരുന്നു. അപ്പോൾ മന്ത്രിക്കും പറയാൻ തീർച്ചയായിട്ടും യെസ് ബോസ് സംസ്കാരമില്ല, മന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാമെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ യെസ് ബോസ് സംസ്കാരം ഇല്ല എന്ന് ശ്രീ ലിജു പറഞ്ഞത് ജനാധിപത്യത്തിൻ്റെ ഒരു നല്ല ഒരു കാര്യമാണ്. എല്ലാ മന്ത്രിമാരും ഇങ്ങനെ തുറന്ന് ഇങ്ങനെ അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് ഈ ഓരോ മന്ത്രിമാരുടെയും എത്ര വിവരത്തോടു കൂടിയാണ് അവർ പറയുന്നത് എന്നുള്ളത് അളക്കാനും തീരുമാനിക്കാനുമുള്ള ഒരു അവസരവും കൂടെ കിട്ടുന്നു എന്നുള്ളതും വളരെ നല്ലൊരു കാര്യമാണ്.